പുള്ളിക്ക് എന്നോട് എന്തോ ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജുള്ള പോലത്തെ ഒരു തരം കുറച്ചും കൂടെയൊക്കെ കൈൻഡ് ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ബി ദിസ് ഹാർഷ്. നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള സ്ഥാനത്തിൽ ഞാൻ അങ്ങനെ അധികം പോകാറില്ല. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ഞാനത് ഇഷ്ടപ്പെട്ടോ ചെയ്തില്ല, കഷ്ടപ്പെട്ടാണ് ചെയ്തത്. മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. പുള്ളി തെറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആ പെർട്ടിക്കുലർ തെറി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു 3 years ബാക്ക്. ഐ വിൽ നോട്ട് ചേഞ്ച് എനിത്തിങ്, നത്തിങ്. രസമായിരുന്നു, കാരണം രണ്ടും രണ്ട് ഫീലാണ്. ഒന്ന് ഈ ടെലിവിഷനിൽ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്, നമ്മൾ ഈ സ്ക്രോൾ ചെയ്യുന്ന പോകുന്നതിനെക്കാട്ടിലും അതിനൊരു വേറൊരു കൈൻഡ് ഓഫ് റീച്ച് ഉണ്ട്. പക്ഷെ അതല്ലാതെ ഈ ടെലിവിഷനിലൊരു 1.5 കൊല്ലം നമ്മളെ ഒറ്റയടിക്ക് കണ്ടുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ഒരു 8 മണി തൊട്ട് 9 മണി വരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ആ ഒരു സംഭവത്തിന് അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ട്. കാരണം ഓർമ്മ നിൽക്കുന്നത് ഇച്ചിരി കൂടെ കൂടുതൽ അതാണ് എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ചിലപ്പോൾ തെറ്റായ ധാരണയായിരിക്കാം. ആൻഡ് ദ ജേർണി എന്താ പറയുക, ഒരു മിക്സ് ആയിരുന്നു, പക്ഷെ രസമുള്ളൊരു ജേർണി ആയിരുന്നു. ഐ ലവ് ഇറ്റ്. കുറേ കാര്യങ്ങൾ എൻ്റെ ഇടയ്ക്ക് നടന്നിട്ടുണ്ട്. സോ ഐ ആം ഹാപ്പി അബൌട്ട് ദാറ്റ്. വ്യത്യാസം എനിക്ക് ഓഡിയൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ എനിക്ക് രണ്ടിലും എനിക്ക് നല്ല എക്സ്പീരിയൻസും ഉണ്ട്, മോശം എക്സ്പീരിയൻസും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ മത്സരിച്ചിരുന്ന സമയത്താണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് അവർ ഔട്ടായി പോകുക, നമ്മളും അവരും കൂടെ ഒരുമിച്ച് എലിമിനേഷനിൽ നിൽക്കുകയാണ്, അവർ ഔട്ടായി പോവുക ചെയ്താൽ എനിക്ക് എന്നെ മുഖത്തടിക്കാൻ വന്ന പോലെ ആൾക്കാർ പെരുമാറിയിട്ടുണ്ട് ആ സമയത്ത്. ലിറ്ററലി വന്നിട്ട് നീ കാരണമാണ് ആ കുട്ടി ഔട്ടായത്, നിനക്കൊന്നും ഒരു അർഹതയില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അറ്റ് ദ സെയിം ടൈം നമുക്കല്ലാതെ കിട്ടിയിരിക്കുന്നൊരു എന്താ പറയുക, ഒരു വോംത്ത് ഉണ്ടായിരുന്നു. ആ ഒരു നേരിട്ടുള്ള കാര്യങ്ങൾക്കൊരു വോംത്ത് കൂടുതലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഈ കമൻറ്റ് സെക്ഷൻ ഇച്ചിരി പ്രശ്നമാണ് ചില സമയത്ത്. പക്ഷെ നമ്മൾ കാണുക, അത് ഒന്നേ കാണാതിരിക്കാം, അല്ലെങ്കിൽ ഇത് വിട്ട് കളയുക എന്നുള്ളൊരു സംഭവം എനിക്ക് അങ്ങനത്തെ ഒരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടുള്ളൂ. പക്ഷേ ഓഡിയൻസിൻ്റെ കാഴ്ചപ്പാടിൽ അവരുടെ മ്യൂസിക് കേൾക്കുന്ന രീതി കുറേ മാറിയിട്ടുണ്ട്. കുറച്ചും കൂടെ എന്താ പറയുക, പണ്ട് ഭയങ്കര കൺസർവേറ്റീവ് ആയിരുന്നു. എന്താ പറയുക, നമ്മളൊരു സിനിമാ പാട്ടിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുവാണെങ്കിൽ ആ സിനിമാ പാട്ടിനെ ഇപ്പോൾ ജാനകിയമ്മ പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണെങ്കിൽ നിങ്ങൾ അതുപോലെ തന്നെ പാടിയാലേ നിങ്ങളൊരു സിംഗർ ആവത്തുള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ പെർസ്പെക്റ്റീവ് ഭയങ്കരമായിട്ട് മാറി. നിങ്ങൾ ഇംപ്രവൈസ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ നിങ്ങളൊരു സിംഗറാണ്, അതുപോലെ തന്നെ പാടുമ്പോൾ ആൾക്കാർ ഇതിപ്പോൾ ജാനകിയമ്മനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ചിത്ര ചേച്ചിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ അല്ലേ. അപ്പോൾ ആ ഒരു ഫ്രീഡം ഓഫ് നമുക്ക് ആ ഒരു എന്താ പറയുക, മ്യൂസിക്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു ഫ്രീഡം കൂടിയതായിട്ട് എനിക്ക് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അയ്യോ, അത് ആദ്യം ഭയങ്കര പാടായിരുന്നു. ഞാൻ ഒരു ഇതുപോലൊരു ഞാനത് എടുത്ത് തന്നെ പറയാം, ഞാൻ ഇൻ്റർവ്യൂസ് ചെയ്യുമായിരുന്നു, ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാനായിട്ട് പോകുമായിരുന്നു. അപ്പോൾ റാൻഡമായിട്ട് ഒരിക്കൽ ഒരു ചാനൽ തന്നെ വിളിച്ച് ചോദിച്ചതാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുമോ, നിങ്ങൾക്ക് അതിനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു വൈ നോട്ട്, ട്രൈ ചെയ്തിട്ട് എനിക്ക് ട്രൈ ചെയ്യാതെ തോറ്റ് പിന്മാറുന്നത് എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് തോറ്റുപോയാൽ ഇറ്റ്സ് ഓക്കെ എന്നുള്ളൊരു സംഭവമായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഇൻ്റർവ്യൂസ് ചെയ്തു, പക്ഷെ അതെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. ഒരു പെർട്ടിക്കുലർ ഇൻ്റർവ്യൂ ഞാൻ 2 ബിഗ് ഷോട്ട് സെലിബ്രിറ്റീസിനെ ചെയ്തതാണ്. അതിൻ്റെ താഴെ ഒരാൾ ചെയ്തൊരു കമൻറ്റ് ഐ സ്റ്റിൽ റിമെമ്പർ. ആ പുള്ളിക്ക് എന്നോട് എന്തോ ഭയങ്കര പേഴ്സണൽ ഗ്രഡ്ജുള്ള പോലത്തെ ഒരു തരം ഇതായിരുന്നു. ഞാനിത് എവിടേക്കോ മറ്റൊരു ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് ഞാൻ ട്രാവൽ ചെയ്ത് പോകുമ്പോഴാണ് ഞാനിത് വായിക്കുന്നത്. ഞാൻ തകർന്നു പോയിട്ട് എനിക്ക് തിരിച്ചു വന്നിട്ട് എനിക്ക് ആ ഒരു ഫുൾ ഡേ പോയി. അപ്പം ആ സമയത്ത് ഐ ഡോണ്ട് നോ ഹൗ ടു ഹാൻഡിൽ മൈ ഇമോഷൻസ്. അപ്പം ഞാനിതൊക്കെ ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് വരുന്ന സമയമായിട്ടുള്ളൂ. ഞാൻ ലിറ്ററലി ഒരു 2-3 മണിക്കൂർ അപ്പോൾ ആ പുറത്ത് ഞാൻ വേറൊരാളുടെ കൂടെ ഫ്ലാറ്റ് ഷെയറിങ് ആയിരുന്നു. അപ്പോൾ അവർ കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉറക്ക പാട്ട് മുറിയിലിട്ടിട്ട് സിനിമയ്ക്കകത്തൊക്കെ കാണുന്ന ഷവർ തുറന്നിട്ട് എന്ന് പറഞ്ഞ് 2-3 മണിക്കൂർ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ വെൻ്റ് ഔട്ട് ചെയ്ത് കളയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നെ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മളിത് പേഴ്സണലി എടുക്കാൻ നിന്നാൽ
ശരിയാവില്ല. ഞാൻ അതിനകത്ത് ആക്ച്വലി ഞാൻ കാണിച്ചൊരു മണ്ടത്തരമാണ്. ഞാൻ അന്നത്തെ ആ കമൻറ്റോട് കൂടി ഞാൻ ഇൻ്റർവ്യൂസ് ഹോസ്റ്റ് ചെയ്യുന്ന പരിപാടിക്ക് നിർത്തി. ഞാൻ മൊത്തമായിട്ട് നിർത്തി ഈ പരിപാടി. കാരണം ഞാൻ ഇപ്പം ഞാൻ തന്നെ അതിന് പല പല റീസൺസ് പറയും. ഇല്ല എൻ്റെ ജോലി ഇതല്ല, ഞാൻ കുറച്ചും കൂടെ മറ്റേ മ്യൂസിക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് അല്ല. അത് ഞാൻ എന്നെ തന്നെ മറ്റേ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് എന്താ പറയുക, എൻ്റെ ഭാഗത്ത് കുറ്റമില്ല എന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തൊരു സംഭവമാണ്. അതല്ലാതെ ശരിക്കും എടുത്ത് പറയുകയാണെങ്കിൽ ഈ ഒരു കമൻറ്റും കൊണ്ടാണ് ഞാൻ ഈ പരിപാടി നിർത്തി. സോ ഇറ്റ് ക്യാൻ ഡിസ്ട്രോയ് യുവർ ഹോൾ ഡേ. മേ ബി ഇപ്പം അതിനകത്ത് എനിക്കൊരു കരിയർ ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പോഴും. ഐ സ്റ്റിൽ ഡോണ്ട് നോ. പക്ഷെ സ്റ്റിൽ ഒരു കുറച്ചും കൂടെയൊക്കെ കൈൻഡ് ആവാമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. യു ഡോണ്ട് ഹാവ് ടു ബി ദിസ് ഹാർഷ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സംഭവം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇറ്റ്സ് സോ ഈസി ടു സ്ക്രോൾ. ഒരു സെക്കൻഡിൻ്റെ സാധനം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്ക്രോൾ, ജസ്റ്റ് ഗോ. ഇപ്പോൾ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടില്ല, ജസ്റ്റ് skip it and watch something else. Why comment on your dad, your mom? വീട്ടിലിരിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക, നമ്മളെ പേഴ്സണലി ഞങ്ങൾക്ക് നിങ്ങളെ അറിയാം, നിങ്ങൾ ഭയങ്കര മോശം ഒരു വ്യക്തിയാണ്. പിന്നെ കഴിഞ്ഞപ്പോൾ അന്നത്തോടുകൂടി ഞാൻ ഈ സാധനം വിട്ടു. പക്ഷേ ഇപ്പം ഇതിനെ കാണുന്ന കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടാണ് കാണുക. ഹെൽത്തി ആയിട്ടെന്ന് പറയുമ്പോൾ ആദ്യത്തെ കുറേ കമൻസ് ഒക്കെ വായിക്കും. പിന്നെ ഐ റിയലൈസ് ദാറ്റ് മാങ്ങയുള്ള മാവിലെ കല്ലെറിയത്തുള്ളൂ. ഐ ട്രൈ ടു അപ്ഡേറ്റ്. എന്താണോ ഇപ്പോൾ നാടോടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള സ്ഥാനത്തിൽ ഞാൻ അങ്ങനെ അധികം പോകാറില്ല. പക്ഷേ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഒറിജിനൽസ് റിലീസ് ആവാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ എൻ്റെ ഒറിജിനൽസ് ചിലപ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഞാൻ അപ്ഡേറ്റഡ് ആണെന്ന് ചിലപ്പോൾ സംശയമുണ്ട്. കാരണം ഞാൻ കേൾക്കാറുള്ള പാട്ടുകൾ കുറച്ചും കൂടെ പഴയ കാലഘട്ടത്തിലെ സംഭവങ്ങളാണ്. ചിലപ്പോൾ അതുമായിട്ടായിരിക്കും ഉണ്ടാവുക. പക്ഷേ അപ്ഡേറ്റഡ് ആവുക എന്ന് പറയുമ്പോൾ എല്ലാം കേൾക്കുന്നുണ്ട്. ഇപ്പം എനിക്കിഷ്ടമുള്ള ഏരിയ, കേൾക്കാനൊരു ഏരിയ ഇതാണെങ്കിൽ പോലും എല്ലാ സംഭവങ്ങളും ഞാൻ കേൾക്കും. അതിനെന്നെ ഹെൽപ്പ് ചെയ്യുന്നത് എൻ്റെ മ്യൂസിഷ്യൻ ഫ്രണ്ട്സാണ്. എനിക്കൊരു 2015 വരെ എനിക്കങ്ങനെ മ്യൂസിഷ്യൻ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നില്ല. 2015, 2018 ആ ഒരു കാലഘട്ടം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് മ്യൂസിഷ്യൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് വന്നു തുടങ്ങിയത്. ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ആസ് എ ബാൻഡ് നിൽക്കുമ്പോൾ ചേച്ചി ഇത് കേൾക്കണം, അല്ലെങ്കിൽ അഞ്ജു നീ ഇത് കേട്ട് നോക്കണം. അപ്പം അങ്ങനെ ലിസണിങ് ഭയങ്കരമായിട്ട് ഇവർ കൂട്ടിത്തന്നു. അപ്പം എല്ലാം കേൾക്കുന്നുണ്ട്, വേണ്ടതേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്രോസസ്സ് പോകുന്നത്. അതിപ്പോൾ മേ ബി ഇതിനൊരു പാർട്ട് ഓഫ് OCD എന്ന് പറയാം. എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് നമുക്ക് 2 രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം. പെർഫോമൻസ് പ്രാക്ടീസ് വേറെയാണ്, അതല്ലാതെ നമുക്ക് പ്രാക്ടീസ് ടൈം അല്ലാത്തൊരു സംഭവം കൂടിയുണ്ട്. പെർഫോമൻസ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്. യു ഡു ഇറ്റ് വിത്ത് യുവർ ഡാൻസ് പെർഫോമൻസ്, അങ്ങനത്തെ സംഭവങ്ങൾ, മൂവ്മെൻറ്റ്സ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. എന്താണോ നിങ്ങൾ സ്റ്റേജിൽ ചെയ്യുന്നത് ആ ആക്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുക, ആ പാട്ടുകൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അതൊരു ഇഷ്ടമുള്ള ഏരിയ തന്നെയാണ്. പക്ഷെ എനിക്ക് കൂടുതൽ എന്താ പറയുക, കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു ഏരിയയാണ് ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ ഏരിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രാക്ടീസ് ചെയ്യാൻ. സോ എനിക്കൊരു ദിവസത്തിൽ എനിക്കൊരു 2 മണിക്കൂർ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയാൽ ഐ വിൽ ബി സോ ഹാപ്പി. ഇപ്പം എൻ്റെ ആ റുട്ടീൻ ഫോളോ ചെയ്യുന്നത്, അപ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു OCDയുടെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് ഇച്ചിരി പെർഫെക്ഷൻ സംഭവം കൂടുതലാണ്. ഇപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ട്. ഇപ്പോൾ ഒരു ചെറിയ മിസ്റ്റേക്ക് എൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് തീരെ ശരിയായില്ല ഇങ്ങനത്തെ ആയിരിക്കും എൻ്റെ റെസ്പോൺസ്. പക്ഷെ അത് പിന്നീട് ഞാൻ റെക്കോർഡ് കേൾക്കുമ്പോൾ ഞാൻ ഓർക്കും ഓക്കെ ഫൈൻ, അത്രയ്ക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അത് ഇറ്റ്സ് ഓൾ പാർട്ട് ഓഫ് OCD. പിന്നെ ഈ റുട്ടീൻ ഫോളോ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഐ ജെനുവിൻലി വോണ്ട് ടു സിങ് ഒരു മേ ബി ലൈക്ക് ഒരു 15-20 ഇയേഴ്സും കൂടി എനിക്ക് പ്രോപ്പറായിട്ട് എൻ്റെ വോക്കൽ ഹെൽത്തി ആയിട്ട്, അല്ലെങ്കിൽ ഞാൻ എന്നാണോ മരിക്കുന്നത് അതുവരെ എനിക്ക് വോക്കൽ ഹെൽത്തി ആയിട്ട് വെക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സോ അതിന് ഞാൻ പ്രാക്ടീസ് ചെയ്താലേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ ഐ കീപ് പ്രാക്ടീസിങ്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എത്തിയെന്നൊരു തോന്നലുണ്ടെങ്കിൽ മാത്രമല്ല നമുക്കിത് നിർത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു തോന്നൽ വരത്തില്ല. കോൺസ്റ്റൻ്റ് ആയിട്ട് എനിക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടേ ഇരിക്കണം.
അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വോക്കൽ എക്സസൈസിൻ്റെ റുട്ടീൻ ചെയ്യുന്നതും ഹിന്ദുസ്ഥാനി പ്രാക്ടീസ് ചെയ്യുന്നതും. കുറച്ച് സമയം എടുത്തു എനിക്ക് എന്താ ഇഷ്ടം എന്ന് കണ്ടുപിടിക്കാനായിട്ട് ഒരുപാട് സമയം എടുത്തു. ഞാനൊരു 1ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ എൻ്റെ വീട്ടിൽ നിന്ന് തല്ലി കർണാട്ടിക് ക്ലാസിക്കൽ പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ കാലത്ത് ഞാൻ ഒട്ടും എൻജോയ് ചെയ്തിട്ടില്ല. അത് ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അത്രയും സമയം ഞാൻ വെറുതെ വേസ്റ്റ് ചെയ്തു എന്ന് ഓർത്തിട്ട്. അത് കർണാട്ടിക് പഠിച്ച് വേസ്റ്റ് ചെയ്തു എന്നല്ല, ഞാനത് ഇഷ്ടപ്പെട്ടോ ചെയ്തില്ല, കഷ്ടപ്പെട്ടാണ് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വാട്ട് ഐ എം ഡൂയിങ് ഈസ് ഇഷ്ടപ്പെട്ട് ചെയ്തത്. സോ ഇറ്റ്സ് ഈസി, ചെയ്യാൻ ഇഷ്ടമാണ്. ചെയ്തില്ലെങ്കിൽ സങ്കടം വരുന്ന ഒരു കാര്യമാണ്. സോ ഇറ്റ് ഗോസ് ലൈക്ക് ദാറ്റ്. സത്യം പറഞ്ഞാൽ ഇതൊരു ഫിസിക്കൽ സംഭവമായിട്ട് തുടങ്ങിയതല്ല. നമുക്ക് ദർ ഇസ് എ പോയിന്റ് വെൻ നമ്മൾ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് നമ്മുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ഫിസിയോളജിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. ആ സംഭവത്തിൽ നിന്നാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത് എനിക്ക് ഇന്ന പ്രശ്നങ്ങൾ മെൻ്റൽ ഹെൽത്ത് ഏരിയയിൽ എനിക്ക് ഉണ്ടെന്നുള്ളത് തിരിച്ചറിയുന്നു. അപ്പം അവിടെ നിന്ന് പഠിച്ചൊരു സംഭവമാണ്, നമ്മൾ വർക്കൗട്ട് ചെയ്താൽ യു ക്യാൻ റിലീസ് ഇന്ന ഹോർമോൺ. ആ ഹാപ്പി ഹോർമോൺസ് കിട്ടാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം അതങ്ങനെ ഒരു റുട്ടീനാക്കിയതാണ്. ഐ സ്റ്റിൽ റിമെമ്പർ പണ്ടൊരിക്കൽ ഭയങ്കര ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്ന ഒരു സമയത്ത് എനിക്ക് അന്നത്തെ എൻ്റെ സൈക്കോളജിസ്റ്റ് ആയിരുന്നു പുള്ളി തന്നിരുന്ന ടാസ്ക് ആയിരുന്നു. ഐ വാസ് നോട്ട് ടേക്കിംഗ് എനി മെഡിസിൻസ് ആ പോയിന്റിൽ എടുക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ തൊട്ട് വൈകിട്ട് വരെ. ഇപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണല്ലോ ക്ലിനിക്കൽ ഡിപ്രഷൻ അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ ഞാൻ ഫുൾ ടൈം കരയുന്ന ഒരാളായിരുന്നു. ചിലപ്പോൾ ചിലർക്ക് നമ്പായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ചിലർ ഹാപ്പി ഫേസ് ഇട്ടിട്ട് അകത്ത് ഡിപ്രസ്ഡ് ആയിട്ടുള്ളവരുണ്ടാവും. പല രീതിയുണ്ട്. പക്ഷെ ഞാൻ കരഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ എനിക്ക് ആ സമയത്ത് എൻ്റെ പുള്ളി തന്ന ടാസ്ക് ആയിരുന്നു, രാവിലെ തൊട്ട് വൈകിട്ട് വരെ, വൈകിട്ട് 5 മണി വരെ കരയാതിരിക്കുക, പിടിച്ച് നിൽക്കണം. പിടിച്ച് നിന്നിട്ട് ഒരു 5 മണിക്ക് ശേഷം ഒരു മണിക്കൂർ സമയം കരയാനായിട്ട്. യു ക്യാൻ ഹാവ് യുവർ ടൈം. അരമണിക്കൂറോ 1 മണിക്കൂറോ കരയണമെങ്കിൽ കരയാം, എഴുതണമെങ്കിൽ എഴുതാം, എന്തിനാണ് കരയുന്നത് എന്നുള്ളത് എഴുതാം, അങ്ങനത്തെ ഒരു സംഭവം ചെയ്യാം. ദെൻ യു ഗോ വർക്കൗട്ട്. പക്ഷെ അത് ഒരാഴ്ച ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ ഫൈൻ, ഇറ്റ് വർക്ക്സ് റിയലി വെൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ കരച്ചിൽ റുട്ടീൻ കറക്റ്റായിട്ട് ഇന്ന സമയത്ത് ചെയ്ത OCD ഉള്ളതുകൊണ്ട് കറക്റ്റ് ആ റുട്ടീനിൽ തന്നെ കരയുവേ. ഒരു 5 മണി തൊട്ട് 6 മണി വരെ കരയാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ 5 തൊട്ട് 6 വരെ തന്നെ കരയും കൃത്യമായിട്ട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ ഓടുമായിരുന്നു. ആ സമയത്ത് കാർഡിയോ ആയിരുന്നു ആ സമയത്ത് സ്ഥിരമായിട്ട് ചെയ്യുന്നത്. അത് വർക്കൗട്ട് ആവുന്നുണ്ടെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് ഇതിനകത്തോട്ടൊരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് ഫിസിക്കലി എനിക്ക് കുറേ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വർക്കൗട്ട് വേണ്ടി വരും എന്നുള്ളൊരു പോയിന്റിൽ എത്തി. അപ്പോൾ അത് കൃത്യമായിട്ട് ഒരു വർക്കൗട്ട് റൊട്ടീനിലെടുത്തു. ഇപ്പം ഈ പറയുന്ന പോലെ തന്നെ പാട്ട് പ്രാക്ടീസിനെ പോലെ തന്നെയാണ് ഇതൊരു പ്രശ്നമാണ്. വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. എല്ലാ ദിവസവും ചെയ്യണം. ചിലപ്പോൾ നമ്മുടെ ബാൻഡിലെ പിള്ളേരൊക്കെ ചോദിക്കും, ചിലപ്പോൾ ഈ പ്രാക്ടീസൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന ഹോൾ ഡേ നമ്മൾ റൺ ഡൗൺ ഒക്കെ ചെയ്തിട്ട് വരുന്ന ദിവസം തിരിച്ചു വന്നിട്ട് ഞാൻ ഒരു മണിക്കൂർ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യും. പക്ഷേ ഇറ്റ് ഹെൽപ്സ് യു. ചിലപ്പോൾ എനിക്ക് ഓടുന്നതായിരിക്കും എനിക്ക് ആ ദിവസത്തെ മൊത്തം സ്ട്രെസ്സ് ഇറങ്ങുന്നത്. ചിലപ്പോൾ ആ ദിവസം സ്ട്രെങ്ത് ട്രെയിനിങ് ആയിരിക്കും ചെയ്യുന്നത്. അത് ഓരോ ദിവസം ട്രെയിനർ പറയുന്ന പോലെയാണ് ചെയ്യുന്നത്. അത് ചെയ്യും. ആൻഡ് ഓൾസോ ഇറ്റ് ഹെൽപ്സ് യു. ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ യു നീഡ് സ്റ്റാമിന. നല്ല സ്റ്റാമിന ഉണ്ട്. ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ നമ്മൾ ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്യുമ്പോൾ യു നീഡ് ഗുഡ് സ്റ്റാമിന. സോ അതിന് വേണ്ടിയിട്ട് ഏറ്റവും അടിപൊളി നല്ലോണം കാർഡിയോ ചെയ്യുക, നല്ലോണം സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അതും കൂടെ ഒരു ആഡ് ഓൺ ആയി കഴിഞ്ഞപ്പോൾ സ്ഥിരമായിട്ട് വർക്കൗട്ട് റുട്ടീനിലേക്കും. എല്ലാ ഷോയിലും എന്തെങ്കിലും ഉണ്ടാവും. എനിക്ക് ഓർത്ത് തമാശയായിട്ട് തോന്നിയൊരു സംഭവം, ഇതുപോലൊരു ചേട്ടൻ മദ്യപിച്ച് നമുക്ക് നല്ലോണം മദ്യപിച്ചിട്ടുള്ള ഒരാളെ കണ്ടാൽ മനസ്സിലാവുന്നുള്ളൂ, ആർക്കൂടെ മനസ്സിലാവും. എനിക്കൊന്നും മനസ്സിലായി. അപ്പോൾ പുള്ളി തെറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അന്ന് ആ പെർട്ടിക്കുലർ തെറി എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇറ്റ് വാസ് ലൈക്ക് ഒരു 3 years ബാക്ക്. എനിക്ക് ആ തെറി അറിയില്ല. അത് തെറി
ഞാനെനിക്ക് ഇപ്പോൾ ഓർക്കുമ്പോൾ എനിക്ക് അയ്യേ എനിക്ക് തോന്നുന്ന സിറ്റുവേഷനാണ്. പക്ഷെ എനിക്ക് സ്റ്റേജിൽ നിൽക്കുമ്പോൾ ഐ എം മോർ ലൈക്ക് എന്താ പറയുക, ഓഡിയൻസിനോട് നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഐ എം റെഡി ടു ഗീവ് ദാറ്റ്. അങ്ങനത്തെ ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് ഞാൻ ഒരു എൻ്റർടൈനർ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. എനിക്ക് പ്രോപ്പറായിട്ട് പോപ്പ് കൾച്ചർ ഇഷ്ടമുള്ള ഒരാളാണ്. അത് അങ്ങനെ പെർഫോം ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ്. സോ ഐ ആസ്ക് ദം. ഇപ്പം നമ്മുടെ സെഷൻ, നമ്മുടെ ബാൻഡിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുമ്പോൾ വി ടേക്ക് റിക്വസ്റ്റ്. ഒരു അൺപ്ലഗ്ഡ് സെഷനകത്ത് നമ്മൾ റിക്വസ്റ്റുകൾ എടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ, അത് ചിലപ്പോൾ ഒരു വരിയെ നമുക്ക് അറിയത്തുള്ളായിരിക്കും. അപ്പോൾ ക്രേസി പാട്ടുകളൊക്കെ വരും ആ സമയത്ത്. പക്ഷെ അത് നമ്മൾ ഒരു വരിയെങ്കിൽ ഒരു വരി അവർക്ക് പാടിക്കൊടുക്കുക. അവർക്കത് അഡ്രസ്സ് ചെയ്യുമ്പോൾ കിട്ടുന്നൊരു ഒരു സന്തോഷമുണ്ട് അവർക്ക്. ഇപ്പം ഞാൻ ഓർക്കുക, ഞാൻ ചിലപ്പോൾ താഴെ നിന്നിട്ട് ഇപ്പോൾ സൂര്യേട്ടൻ്റെ എനിക്ക് തനി മലയാളം എന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ താഴെ നിന്നിട്ട് സൂര്യേട്ടൻ ഇപ്പോൾ ഫാൻഡത്തിൽ ചേട്ടൻ പെർഫോം ചെയ്യാൻ തരും. ഞാൻ ചേട്ടാ തനി മലയാളത്തിൻ്റെ ഒരു വരി പാടാവോ ചേട്ടാ പ്ലീസ് ഒരു വരി എന്ന് വെക്കുമ്പോൾ സൂര്യേട്ടൻ തനി മലയാളം എനിക്ക് അരികേ നീ അത് പാടിത്തരുവാണെങ്കിൽ എനിക്ക് കിട്ടുന്നൊരു ഫീലുണ്ട്. ആ സാധനം അവർക്ക് കിട്ടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതാണ് ഞാൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. പക്ഷെ ഈ പെർട്ടിക്കുലർ ഇൻസിഡൻറ്റിൽ പുള്ളി തെറിയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. എനിക്ക് മനസ്സിലായില്ല. അപ്പം ഞാൻ പുള്ളി ഏതോ റിക്വസ്റ്റാന്ന് ഓർത്തിട്ട് ഞാൻ എന്താ ചേട്ടാ കേൾക്കുന്നില്ല ചേട്ടാ എന്താന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡ്രംസ് വായിക്കുന്ന അഖിൽ തന്നെ നമുക്ക് ടോക്ക് ബാക്ക് ഉണ്ടല്ലോ ഇന്നേഴ്സിൽ, അഖിലിൻ്റെ ടോക്ക് ബാക്ക് എനിക്ക് ഇട്ടിട്ടുണ്ടാവും എപ്പോഴും. അഖിൽ അഞ്ചു നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്ന് വിളിച്ചത് എടി അയാൾ തെറിയാ പറയുന്നത്, നീ അതിൻ്റെ പുറകെ പോകാതെ അടുത്ത പാട്ട് പാടി എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അത് എല്ലാത്തോടെയും ഓരോ സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും ബോധപൂർവം തന്നെ എടുത്തതാണ്. അതിൻ്റെ കാരണക്കാരൻ എൻ്റെ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റും രണ്ടും. ഞാൻ പോകുന്നത് ഒരേ ക്ലിനിക്കിൽ തന്നെയാണ്. അപ്പോൾ അവിടുത്തെ സൈക്കാട്രിസ്റ്റായിട്ടുള്ള പുള്ളിയാണ് എന്നെ കൊണ്ട് ചോദിപ്പിച്ചത്. നിങ്ങളൊരു കാര്യത്തെപ്പറ്റി എംബാരസ്ഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസെക്യൂർ ആണെങ്കിൽ മാത്രമേ ഒരാൾക്ക് നിങ്ങളതിൽ തോണ്ടി അല്ലെങ്കിൽ നിങ്ങളെ എന്താ പറയുക എന്തെങ്കിലും പറഞ്ഞ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പറ്റത്തുള്ളൂ. പുള്ളി അത് പറയുമ്പോഴാണ് ഞാൻ റിയലൈസ് ചെയ്യുന്നത്, നമ്മുടെ ഇവിടെ ഈ മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിന് പുള്ളി ഇത് പറഞ്ഞത് എൻ്റെ വേറൊരു ഏരിയനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഹി വാസ് നോട്ട് ടോക്കിംഗ് അബൌട്ട് മെൻ്റൽ ഹെൽത്ത്. പക്ഷെ ആ സമയത്ത് എനിക്ക് പല സാധനങ്ങൾ കത്തി. അതിലൊരു സംഭവമായിരുന്നു ഇത്. നമ്മുടെ ആൾക്കാർ ഇപ്പോഴും മെഡിക്കേഷൻ എടുക്കാൻ ബുദ്ധിമുട്ടുന്നതിനും പല കാരണങ്ങൾ ഞാൻ കേൾക്കാറുണ്ട്. ഡെയിലി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജസ് വരാറുണ്ട്. മെഡിക്കേഷൻ എടുത്താൽ വണ്ണം വയ്ക്കുമോ, മെഡിസിൻസ് എടുത്താൽ നാളെ ഇതിന് എന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് ഉണ്ടാകുമോ. സോ എൻ്റെ ടേക്ക് വാസ് ലൈക്ക് നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല. ഈ സെക്കൻഡ് കഴിഞ്ഞാൽ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഇപ്പോൾ ഈ ഒരു മെഡിക്കേഷനും ഇതൊരു നമ്മളിപ്പോൾ ഒരു ഡ്രഗ് ഉപയോഗിക്കാനൊന്നും അല്ലല്ലോ പറയുന്നത്. ഇറ്റ്സ് ഒരു ഡോക്ടർ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് പറയുന്ന മെഡിസിനാണ് നമ്മൾ എടുക്കുന്നത്. അല്ലാണ്ട് വെറുതെ കടയിൽ പോയി ചോദിച്ചാൽ ഈ മെഡിസിൻ കിട്ടത്തില്ല. അപ്പോൾ ഈ ഒരു ദിവസം എനിക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുവാണെങ്കിൽ ഐ എം ഗുഡ്, അത് മതി. നാളെ മരിച്ചു കഴിഞ്ഞാൽ സന്തോഷമായിട്ട് മരിക്കാൻ എനിക്ക് ഓക്കെയാണ്. പക്ഷെ അതല്ലാതെ ഇതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നാളെ ഇതിനെന്തെങ്കിലും സൈഡ് ഇഫക്റ്റ് വരുമോ എന്ന് ആലോചിച്ച് പിന്നെയും സ്ട്രഗിൾ ചെയ്ത് ഇതിന് ഞാൻ ചികിത്സയ്ക്ക് പോയാൽ അടുത്ത ആൾക്കാർ എന്നെ ഇങ്ങനെ പറയുമോ, പ്രാന്താണോ വട്ടാണോ എന്ത് സാധനം പറയുമോ എന്നുള്ളത്. ഇപ്പോഴും ഇങ്ങനത്തെ കാര്യത്തെ ഇങ്ങനെ എന്താ പറയുക വട്ട് പ്രാന്ത് ഇങ്ങനത്തെ ഇത് പറയുന്നത് ഇപ്പോൾ ഇൻക്ലൂഡിങ് എൻ്റെ ഫാമിലിയിൽ ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം ഫേസ് ചെയ്യുന്നതോടൊപ്പം വരെ എൻ്റെ വീട്ടിലും ഓപ്പൺ അല്ലായിരുന്നു. ഇങ്ങനത്തെ ഒരു എന്താ പറയുക മെഡിക്കേഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടാണെങ്കിലും അവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ദൈവം ഇവള് മെഡിസിൻസ് എടുക്കുവാണ്, നാളെ ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ, എനിക്കറിയത്തില്ല. നാളെ നമുക്ക് എന്തെങ്കിലും പറ്റുമോ എന്നുള്ളത് ആർക്കും അറിയത്തില്ല. പറ്റുവാണെങ്കിൽ പറ്റട്ടെ, അല്ല ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത്. അപ്പോൾ ഒരുപാട് പേര് ഈ സെയിം സാധനമായിട്ടൊരു എൻ്റെ പേരൻസിൻ്റെ ഒരു മേജർ കൺസേൺ നാളെ ഇവർക്ക് എന്ത് പറ്റും എന്നുള്ള സംഭവമായിരുന്നു. ഞാനിതെടുത്ത് എൻ്റെ ജേണി കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഓപ്പണായിട്ട് പറയാം, എൻ്റെ ഫാമിലിയിലുള്ള പലരും ഹെൽപ്പ് എടുക്കാൻ തുടങ്ങി. ആൻഡ് അവർ റിക്കവർ ചെയ്ത് വരുന്നതുകൊണ്ട് എന്നെക്കാട്ടും മുന്നേ റിക്കവർ ചെയ്തു. അതിലെനിക്ക് ഇച്ചിരി വിഷമമുണ്ട്, പക്ഷേ ബട്ട് സ്റ്റിൽ അവർ ആ
എന്താ പറയുക, ആ ഒരു ജേർണിയിൽ കയറാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ. സി ഇറ്റ്സ് നോട്ട് ഈസി ടു അഡ്രസ് യുവർ പ്രീവിയസ് പ്രശ്നങ്ങൾ. ഒരാളുടെ അടുത്ത് പോയത് വീണ്ടും കുത്തി തുറന്ന് നമ്മളിതിങ്ങനെ ഒരു കുപ്പിയിട്ട് ഇതിങ്ങനെ അടച്ചു വെച്ചേക്കുമായിരിക്കും ഈ സംഭവം മൊത്തം. ഇത് രണ്ടാമത് ഇങ്ങനെ കുത്തി തുറന്ന്, അപ്പം ഇത് ഒരെണ്ണം തുറക്കുമ്പോൾ ഒരു സാധനം എടുക്കുമ്പോഴായിരിക്കും അതിനകത്തുനിന്ന് ലെയറായിട്ട് സാധനങ്ങൾ വരുന്നത് പുറത്തേക്ക്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഹാൻഡിൽ ദാറ്റ്. ഒന്ന്, ഫിസിക്കലി ഞാൻ അഫക്റ്റഡ് ആവാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരാനായിട്ട് തുടങ്ങി. അത് കുറച്ച് നാളായിട്ടുണ്ട്. എനിക്കൊന്നൊരു 10 കൊല്ലമായിട്ട് ഞാൻ ഈ ആസിഡിറ്റി, ആസിഡ് റിഫ്ലെക്സ്, ഗേർഡ് ഇങ്ങനത്തെ സംഭവങ്ങളായിട്ട് നടക്കുന്നുണ്ട്. ചിലപ്പോൾ എനിക്ക് നല്ല വലിയ ഫ്ലെയർ അപ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട്. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇന്ന ഭക്ഷണമേ ഞാൻ കഴിക്കത്തുള്ളൂ, ഇന്ന സാധനത്തിനോട് എനിക്ക് അലർജിയാണ്, അങ്ങനെ പറഞ്ഞു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഗ്യാസ്ട്രിക് ഡോക്ടറിനെ കാണാനായിട്ട് നമ്മളിതെല്ലാം, നമുക്കിത് ഗ്യാസ്ട്രൈറ്റിസ് ആണ്, ആസിഡ് റിഫ്ലെക്സ് ആണെന്ന് മനസ്സിലാവാൻ എനിക്ക് കുറച്ച് നാളെടുത്തു. പുള്ളിയുടെ അടുത്ത് ചെന്നപ്പോൾ ആദ്യം ഇവർ നമുക്ക് ബേസിക് PPI സംഭവങ്ങൾ തരും. ഈ എന്താ പറയുക, നിക്സിയം, സോപ്രാസ്, അങ്ങനത്തെ കുറേ മെഡിസിൻസ് ഒക്കെയാണ് ആദ്യം തരിക. അത് തന്നു നോക്കി, വർക്കായില്ല. അതിനുശേഷം പുള്ളി എനിക്ക് വേറെ കുറച്ച് കൂടിയ എന്തോ മെഡിസിൻ കുറച്ചും കൂടെ തന്നു. കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പുള്ളി, എനിക്കത് മാറുന്നേ ഇല്ല. എല്ലാ 2-3 ആഴ്ച ഓടുമ്പോഴും തിരിച്ചു ചെല്ലും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അഞ്ജു, ഇത് ഇവിടുത്തെ പ്രശ്നമല്ല, ഇത് ഇവിടുത്തെ പ്രശ്നമാണ്. സോ യു ഗോ ക്ലിയർ യുവർ ആങ്സൈറ്റി, അല്ലെങ്കിൽ അഞ്ജുവിൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ പറയും. ഈ സ്ട്രെസ്സ് കുറയ്ക്കുന്ന ആൾക്കാർക്ക് പറയാൻ ഭയങ്കര എളുപ്പം. പക്ഷെ ഇത് എങ്ങനെ കുറയ്ക്കാമെന്ന് ആരും പറയുന്നില്ല. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ഹെൽപ്പ് എടുക്കുന്നത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് ഇന്ന പ്രശ്നങ്ങൾ, ആങ്സൈറ്റി, ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ടെന്ന് ഡയഗ്നോസ് ചെയ്തു. പിന്നെ ക്ലിനിക്കലി ഡിപ്രസ്ഡ് ആയിരുന്നു എന്നുള്ളത് ഡയഗ്നോസ് ചെയ്തു. OCD ഉണ്ടെന്നുള്ളത് ഡയഗ്നോസ് ചെയ്തു. അതൊക്കെ ഇത് എനിക്ക് കുഞ്ഞിലെ ഈ പ്രശ്നങ്ങളുണ്ട്. ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഉണ്ട്. എനിക്ക് സ്റ്റേജിൽ കയറാനായിട്ട് എനിക്ക് കുഞ്ഞിലെ തൊട്ട് ഭയങ്കര പേടിയാണ്. ഞാൻ ഓർത്തെടുക്കുന്നൊരു ഇൻസിഡൻ്റാണ്. 1ാം ക്ലാസ്സിൽ എന്നെ പാട്ട് പാടാനായിട്ട് അമ്മ ഒരു മത്സരത്തിന് കയറ്റി വിടുക. എനിക്ക് വിറച്ചിട്ട് കയ്യും കാലും അനങ്ങാണ്ടായിട്ട് ഞാനിത് പാടാതെ ഇറങ്ങിപ്പോന്നു. പിന്നെ അമ്മ തിരിച്ചു കൊണ്ട് നിർത്തി ഒരു കസേരയിൽ എന്നെ ഇങ്ങനെ പിടിപ്പിച്ച് നിർത്തി കഴിഞ്ഞിട്ട് അവന്, മോളിത് അമ്മയാണെന്ന് വിചാരിച്ചു, എന്നിട്ട് മോൻ ധൈര്യമായിട്ട് പാടിക്കും. പിന്നീട് അത് ഒരു പാറ്റേണായി. സ്ഥിരമായിട്ട് ഈ ഒന്നുകിൽ കസേര പിടിക്കുന്നു, പിന്നെ കസേര ഇല്ലാതായ സാഹചര്യത്തിൽ അതിങ്ങനെ ഉടുപ്പുമേ പിടുത്തമായി. പിന്നെ അത് ഒരു ഉടുപ്പിട്ട് ഒരു മത്സരത്തിന് സമ്മാനം കിട്ടി. പിന്നെ ഏത് മത്സരം ഉണ്ടെങ്കിലും ഈ ഉടുപ്പ് മാത്രമേ എടുത്തു. ഇങ്ങനത്തെ പാറ്റേൺസ് ഉണ്ടായിരുന്നു. ചില നമ്പറുകൾ, ആ നമ്പറുകൾ ഇപ്പോൾ 3 പ്രാവശ്യം ആ സാധനം ചെയ്തില്ലെങ്കിൽ എനിക്കറിയത്തില്ല അത് എന്താ എൻ്റെ തലയിൽ നടക്കുന്നത്. എനിക്കത് അന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എനിക്ക് OCD ആണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വ്യക്തമായി. വൈ ആം ഐ ഡൂയിങ് ദിസ് എന്നുള്ളത് ഒരു തിരിച്ചറിവാണ് ബേസിക്കലി ഉണ്ടായത്. എക്സാക്ട്ലി. ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നിജെ. ഇപ്പോൾ പ്രാന്ത് എന്നുള്ളൊരു വാക്ക് ഞാൻ വളരെ ഈസി ആയിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ഐ സ്റ്റിൽ റിമെമ്പർ, ഞാനൊരു ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ ഈ വാട്ട്സ് ഇൻ മൈ ബാഗ് എന്നെങ്ങാണ്ടുള്ളൊരു പരിപാടിയുണ്ട്. അപ്പോൾ അതിലിങ്ങനെ എന്തൊക്കെയോ എടുത്ത കൂട്ടത്തിൽ എൻ്റെ അതിനകത്ത് കുറേ മരുന്നുകളുണ്ട്. എനിക്ക് കുറേ അലർജി ഉള്ളതുകൊണ്ട് കുറേ മരുന്നൊക്കെ ഉണ്ട്. ഞാനത് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ എടുത്തു വയ്ക്കുന്ന കൂട്ടത്തിൽ അവിടെ നിന്ന് ആരോ റാൻഡമായിട്ട്, അതാവശ്യം വീഡിയോക്കകത്തില്ല, അവർ ചോദിച്ച് ഇത് പ്രാന്തിൻ്റെ ഗുളികയായിരിക്കും എന്നെന്തോ ജസ്റ്റ് ചോദിച്ചു. പക്ഷെ അത് ഇതിനകത്ത് വന്നിട്ടില്ല. അപ്പം ഞാൻ അതിനകത്ത് ചിരിച്ച് തമാശയായിട്ട് ഞാൻ പറയുന്നുണ്ട്, ആക്ച്വലി ഇത് പ്രാന്തിൻ്റെ ഗുളികയല്ല എന്ന് ഞാൻ പറയുന്നുണ്ട്. അത് വളരെ നോർമലായിട്ട് ഉപയോഗിച്ചിരുന്നൊരു കാലഘട്ടം എനിക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ജേർണിയിൽ പോയിട്ടില്ല. ആൻഡ് നമുക്ക് അതുകൊണ്ട് ആ ജേർണിയിൽ പോകാത്ത ആൾക്കാരെ നമുക്ക് കുറ്റവും പറയാനും പറ്റത്തില്ല. പിന്നെ അവർക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഞാൻ ഓർക്കുവാണെങ്കിൽ
അവരത് അറിയാതിരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാനേ പറ്റും. ഞങ്ങൾ കാര്യം 18 വർഷമായിട്ടുള്ള കൂട്ടുകാരാണ്. ആദ്യത്തെ എൻ്റെ ഒരു ഷോ പോലും കോൺസെർട്ട് പോലും കാണാൻ വന്നിട്ടില്ല. കോമൺ സ്ലേവ് ആണ് ആദ്യമായിട്ട് കാണുന്നൊരു സംഭവം. അപ്പം അന്ന് നമുക്ക് വന്ന ഈ ടിക്കറ്റഡ് സംഭവമായിരുന്നു. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ വന്നുള്ളൂ. യൂഷ്വലി ഇതൊരു ക്രൗഡഡ് സംഭവമാണ് നമ്മൾ കാണുന്ന കോമൺ സ്ലേവ് ഒക്കെ. എൻ്റെ കോമൺ സ്ലേവിൻ്റെ തുച്ഛമായ ആൾക്കാരെ വന്നുള്ളൂ ടിക്കറ്റ് എടുക്കുന്ന. അല്ല, ജെനുവനായിട്ട് വന്ന കുറച്ച് പേരുണ്ട്. അതല്ലാതെ നമ്മുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നു. ആ സമയത്ത് ഞാൻ ഈ പാട്ട് നിർത്താൻ നിൽക്കുന്ന സമയമാണ്. അന്നാണ് ആദ്യത്തെ ഈ സംഭവം കാണുന്നത്. ആദ്യത്തെ അന്ന് കണ്ടിട്ട് ഒരു ഇത് നീ നിർത്തണം എന്ന് പറഞ്ഞാലും ഞാൻ ജന്മത്തെ സമ്മതിക്കാൻ പോകുന്ന കാര്യമില്ല. ഞങ്ങൾ സമ്മതിക്കത്തില്ല ഇത് നശിപ്പിച്ച് കളയാനായിട്ട്. യു ഹാവ് സംതിങ്, പക്ഷെ അത് എങ്ങനെ വിൽക്കണം എന്നോ എങ്ങനെ ഇത് കൊടുക്കണം എന്നുള്ളൊരു സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്തതുകൊണ്ട്. സപ്പോർട്ട് സിസ്റ്റം ഉണ്ട്, ഡെഫിനറ്റ്ലി എൻ്റെ ബാൻഡ് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്കിത് ചെയ്യാൻ പറ്റുന്നില്ല എന്തോ കാരണം കൊണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊച്ചിൻ കാർണിവൽ നമ്മൾ പെർഫോം ചെയ്യുന്നത്. അന്ന് പെർഫോം ചെയ്യുന്നത് കണ്ടപ്പോഴാണ്, ആദ്യത്തെ വർഷങ്ങളായിട്ട് പാടുന്ന ഒരാളാണ്. ഇപ്പോൾ NIT സ്ഥിരമായിട്ട് പാടിയിരുന്ന ആളാണ്. പക്ഷേ എവിടെയോ വെച്ച് ഈ പഠിത്തത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ ഇടയ്ക്ക് വെച്ചിട്ട് ഇങ്ങനൊരു സംഭവം അകത്തുണ്ടെന്നുള്ള കാര്യം ആൾ മൊത്തമായിട്ട് മറന്നുപോയി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അളിയന് മനസ്സിലായത്, എൻ്റെ ദൈവം ഇത് എന്തൊരു ഫണ്ണായിരുന്നു എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്. ആൻഡ് ഹി ക്യാൻ സീ ദാറ്റ് വി ആർ ജെനുവിൻലി ഹാവിങ് ഫൺ. അപ്പോൾ ഇവനിത് കാണാൻ തുടങ്ങി. അപ്പോൾ ബാൻഡുമായിട്ട് കുറച്ച് അടുത്തു. അപ്പോൾ അവർ ചെറിയ കോൺഫിഡൻസ് കൊടുത്ത് നോക്കി. അപ്പോൾ ആദ്യം ഒരു പാട്ടിന് ഇറക്കി നോക്കി. അപ്പോൾ ഒരു പാട്ട് ഞാൻ പാടി നോക്കാം, ട്രൈ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അത് വർക്കായി. പിന്നെ ഇപ്പോൾ താല്പര്യമാണ്. എടി ഞാൻ അവിടെ നിങ്ങൾ ഷോ ചെയ്യുമ്പോണ്ടല്ലോ ഞാൻ ഒരു 2 പാട്ട് ഞാൻ പാടാത്ത. ഇപ്പം നമ്മൾ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങനെ ഹീസ് ഓൾസോ ജെനുവിൻലി ഹാവിങ് ഫൺ. അങ്ങനെ പാടാനായിട്ട് കയറിയതാണ്. ഓ മൈ ഗോഡ്, വെരി ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ശരിയല്ലെങ്കിൽ ഇതൊന്നും ശരിയാവാനേ പോകുന്നില്ല. എനിക്കിത് ഇങ്ങനെ പറയാൻ അറിയത്തുള്ളൂ. ഒന്ന്, നമ്മൾ ആരുടെ കൂടെ നമുക്ക് ഇപ്പോൾ എനിക്ക് വളരെ ചുരുക്കം സുഹൃത്തുക്കളേ ഉള്ളൂ. ഞാൻ എല്ലാ സുഹൃത്തുക്കളെ എല്ലാ ദിവസവും വിളിക്കുന്ന ആളല്ല. ഞാൻ ഏതെങ്കിലും സുഹൃത്തുക്കളെ വിളിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ലക്ഷ്മിയൊക്കെ തന്നെ പറയും, ദൈവമേ ഇവൾ വരുന്നുണ്ട്, ഏതോ വള്ളിയും പിടിച്ചിട്ട് വരുന്നുണ്ട്, അത് ഒഴിവാക്കാൻ വിളിക്കുന്നതാണെന്നുള്ളതറിയാം. അല്ലാതെ എല്ലാ ദിവസവും ഫോണിൽ വിളിക്കുന്ന ആളൊന്നും അല്ല ഞാൻ. അപ്പോൾ ബേസിക്കലി നമ്മൾ ജയിക്കണമെന്ന് നമ്മളെക്കാട്ടി കൂടുതൽ ആഗ്രഹമുള്ള ആൾക്കാരിൽ ഇപ്പോൾ it's not easy to find people working for your success. They're not looking at their success. എൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എൻ്റെ ഡ്രീമിന് വേണ്ടിയിട്ട്, ഇപ്പോൾ എൻ്റെ ഡ്രീമാണ് എനിക്കൊരു പോപ്പ് എന്താ പറയുക കൾച്ചറിൽ പെർഫോം ചെയ്യണം എന്നുള്ളത് എൻ്റെ ഡ്രീമാണ്. അപ്പോൾ ഇവർ ജെനുവിൻലി അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും എനിക്ക് ഒരുക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഇവർക്ക് യാതൊരു മോണിറ്ററി ബെനിഫിറ്റ്സ് ഇല്ല. പ്രത്യേകിച്ച് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ആൾക്കാർ സറൗണ്ടിങ്ങിൽ വന്നപ്പോഴാണ് ഗെയിം മാറാനായിട്ട് തുടങ്ങിയത്. സോ ജെനുവൻലി ആദിത്യം അങ്ങനെ തന്നെ ഒരാളാണ്. ആദിത്യയുടെ ഡ്രീം അല്ല, ഇപ്പം ആദിത്യയുടെയും കൂടെ ഡ്രീമാണ്. പക്ഷേ എൻ്റെ ഫസ്റ്റ് പ്രൈമറിലി ഇത് എൻ്റെ ഡ്രീമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഇവരെല്ലാവരും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ആദ്യം എൻ്റെ പേരൻസാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ആ സമയത്ത് അത് എൻ്റെ ഡ്രീമിനെക്കാട്ടിയും കൂടുതൽ എൻ്റെ പേരൻസിൻ്റെ ഡ്രീമായിരുന്നു. അതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ എൻ്റെ ഡ്രീം ആയതുകൊണ്ട് ഞാനും വർക്ക് ചെയ്യും, എൻ്റെ കൂട്ടുകാരും വർക്ക് ചെയ്യും. ആൻഡ് ഇറ്റ്സ് വെരി നൈസ് ടു ഹാവ് ഫ്രണ്ട്സ്. സീറോ ജെലസി, സീറോ ഈഗോ, സീറോ ജഡ്ജ്മെൻറ്റ്. കൊള്ളത്തില്ലെങ്കിൽ കൊള്ളത്തില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ യാതൊരു മടിയില്ല കേട്ടോ. ഇപ്പോൾ പാടിയൊരു സാധനം കൊള്ളത്തില്ലെങ്കിൽ തീരെ ശരിയല്ലായിരുന്നു കേട്ടോ, വൃത്തിയായിട്ട് അത് പറയുകയും വേണം.
ഇവരുടെ അടുത്തു നിന്നൊക്കെ നമുക്ക് പഠിക്കാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യമായിട്ട് നമുക്ക് സ്റ്റേജിൽ നോ പറയാം എന്നുള്ളത് പഠിച്ചത് ജോബേട്ടൻ്റെ അടുത്ത് നിന്നാണ്. ഇപ്പോൾ ലൈക്ക് ഞാൻ ജോബേട്ടൻ്റെ കൂടെ ഫീച്ചർ ചെയ്യാനായിട്ട് ഒരിക്കൽ പോയപ്പോൾ അവിടെ ഇതുപോലെ തന്നെ ഒരാൾ അവിടെ ആടിച്ചു പോലെ പാട്ട് പാടറി എന്നുള്ള സാധനം എന്തോ പറഞ്ഞു. ഞാനതൊന്നും ഭയങ്കരൊന്നും ചെയ്യാറൊന്നുമില്ല. പിന്നെ ബേസിക്കലി നമ്മൾ ഇന്നിയേഴ്സ് വയ്ക്കുന്നുണ്ട്, നമ്മളിതൊന്നും കേൾക്കത്തില്ലല്ലോ. ഞാൻ കേട്ടില്ല, പക്ഷെ ജോബേട്ടൻ അത് കേട്ടു. ഹി റെസ്പോണ്ടഡ് വെരി നൈസ്ലി. റഫായിട്ട് ഒരു സാധനം ജോബേട്ടൻ പറഞ്ഞിട്ടില്ല. പക്ഷെ പുള്ളി വളരെ മനോഹരമായിട്ട് സി നോ, ദിസ് ഈസ് നോട്ട് ദ വേ ടു ട്രീറ്റ് അനദർ ഹ്യൂമൻ ബീയിങ്. അല്ലാണ്ട് ഒരു ആർട്ടിസ്റ്റെന്നോ ദിസ് ഇസ് നോട്ട് ദ വേ യു ഷുഡ് നോട്ട് ട്രീറ്റ് എ മ്യൂസിഷ്യൻ, അതല്ല. നിങ്ങളൊരു മനുഷ്യനെ ഇങ്ങനല്ല ട്രീറ്റ് ചെയ്യേണ്ടത്. അതാണത്. വളരെ ഭംഗിയായിട്ടാണ് നോ പറഞ്ഞത്. അപ്പം ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തുനിന്ന് ഓരോ സാധനങ്ങൾ എടുക്കുകയാണ്. ഇപ്പോൾ സൂര്യേട്ടൻ്റെ അടുത്തുനിന്ന് എടുക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മ്യൂസിക് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്തുനിന്ന് ഞാൻ കണ്ടിരിക്കുന്നൊരു മറ്റൊരു കാര്യമാണ്, ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അസൂയയോ കുശുമ്പോ ഉന്നായ്മയോ ഒന്നുമില്ല. ദേ ആർ ജെന്യുവൻലി മേക്കിംഗ് മ്യൂസിക്. ദേ ആർ ഹാവിങ്, അവർക്കറിയാം അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടെന്നുള്ളത്. ആർക്കും അതുകൊണ്ട് അവർ വന്നാൽ ഇത് പോകുമോ, ഇവർ വന്നാൽ ഇത് പോകുമോ, അങ്ങനത്തെ ഒരു സാധനം ഇല്ല. ഐ എം റിയലി ഹാപ്പി ഇപ്പോഴത്തെ ആ ഒരു മ്യൂസിക് സീൻ നിൽക്കുന്നത്. ഇപ്പോൾ മറ്റൊരാളൊരു നല്ല പാട്ടിറക്കിയപ്പോൾ പക്ഷെ നന്നായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആര്യതായാലും ചെയ്തിരിക്കുന്ന കാട് എന്ന് പറഞ്ഞ പാട്ട്, ആൻഡ് ഐ എം റിയലി ഹാപ്പി ദാറ്റ് പുള്ളിക്കാരനെ കാണുമ്പോൾ ഞാൻ ജെനുവിൻലി അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം എൻ്റെ ഒരു ഷോയ്ക്ക് ആര്യതായാലും വന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തൊരു ഷോ ആര്യ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആര്യ ഒരു എനിക്കൊന്ന് ലിറ്റ്മസിൻ്റെ ഷോ ആണ് കണ്ടത്. ആര്യ പറഞ്ഞു ആ ഡിഫറൻസ് പിന്നെ ഞാൻ പറഞ്ഞില്ല, ഞാൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഞങ്ങൾ എല്ലാ 2 monthsലും വിൽ മേക്ക് സം ചേഞ്ചസ്. വി കീപ്പ് ഓൺ വർക്കിംഗ് ഓൺ അവർ സെൽസ്. ഒരു ബെറ്റർ സാധനം ഓഡിയൻസിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അത് അപ്രിഷ്യേറ്റ് ചെയ്യാനുള്ളൊരു മനസ്സുണ്ട്. സൂര്യേട്ടൻ്റെ അടുത്ത് ഇപ്പോൾ ഐ സോ ഹിം ഏതോ ഒരു ഷോയ്ക്കകത്ത് ചേട്ടൻ സംസാരിക്കുന്ന ഞാൻ കേട്ടതാണ്. നിങ്ങൾ ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് ചെയ്താൽ മാത്രമേ നിങ്ങൾ മ്യൂസിഷ്യൻ ആവൂ എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾ കവർ ചെയ്താലും നിങ്ങൾ മ്യൂസിഷ്യനാണ്, നിങ്ങൾ സിനിമ പാടിയാലും നിങ്ങൾ മ്യൂസിഷ്യനാണ്. അപ്പം നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് ഒരു പാട്ടുണ്ടാക്കി ഇട്ടാലും നിങ്ങൾ മ്യൂസിഷ്യനാണ്. ഇങ്ങനെ ചെയ്താലേ നിങ്ങൾ മ്യൂസിഷ്യൻ ആകുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുന്നേ. ഇത് തുറന്ന് പറയാനുള്ളൊരു ഒരു മനസ്സുണ്ടല്ലോ. അത് ഇപ്പോൾ ഞാനൊന്ന് ഇത് ബാക്കിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. അപ്പോൾ എനിക്കറിയാം സൂര്യേട്ടൻ്റെ ഈ ഷോ കാണാൻ വന്ന ഒരു 10,000 ആൾക്കാരിൽ ഒരു മിനിമം ഒരു 1000 മ്യൂസിഷ്യൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാനൊരു നമ്പർ ജസ്റ്റ് പറയാം. അവർക്കിതൊരു വലിയ കാര്യമല്ലേ പറയുന്നത്. ഇപ്പോൾ എപ്പോഴും ഈ കവർ ചെയ്യുന്ന ആൾക്കാരെ ഒരു പുച്ഛിച്ച് കാണുന്ന ഒരു പരിപാടിയുണ്ട്. അതെന്തോ കുറവാണ്, ഞങ്ങൾ ഇൻഡിപെൻഡൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ നല്ലുള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറേ പേരുണ്ട്. ഐ എം നോട്ട് ടോക്കിംഗ് അബൌട്ട് ദീസ് മ്യൂസിഷ്യൻസ്, ഇങ്ങനെയല്ല, ചില പുറത്ത് നിൽക്കുന്ന ആളുകൾ പറയുന്ന കാര്യം ഞാൻ പറയുന്നത്. ആ സമയത്ത് ഇവർക്കിതൊരു ബുദ്ധിമുട്ടായിരിക്കും. ഈ കവർ ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യണോ. അപ്പോൾ ആ മൂപ്പർ ആ സാധനം അവിടെ സ്റ്റേജിൽ എന്ന് പറഞ്ഞപ്പോൾ അയാൾക്കൊരു പാട്ടിറക്കാനുള്ളൊരു ഇൻസ്പിറേഷനല്ലേ കിട്ടിയത്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് ഇവരുടെ ഒക്കെ അടുത്തുനിന്ന് പഠിക്കേണ്ടത്. പിന്നെ ബേസിക്കലി ഇവരെല്ലാം നല്ല മനുഷ്യരാണ്. അതാണ് മറ്റൊരു ഹൈലൈറ്റ് പോയിന്റ്. ദേ ആർ ജെന്യുവിൻലി ഗുഡ് പീപ്പിൾ, നൈസ് പീപ്പിൾ ഹു ആർ കൈൻഡ്, who genuinely want you also to win. So it's a nice, എന്താ പറയുക, നല്ലൊരു സ്പേസിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് പാട്ടുകൾ ചെയ്യാൻ ഭയങ്കര പേടിയായിരുന്നു അനുജ്. ഒന്ന്, ഞാൻ ചെയ്യുന്ന കൊള്ളുമോ എന്നുള്ള ഒരു പേടി, ഞാൻ ചെയ്യുന്ന ആരെങ്കിലും കേൾക്കുമോ, ഞാൻ പറഞ്ഞില്ല മറ്റേ പേടിയുണ്ട്, ഇപ്പോഴും ആൾ വരുമോ എന്നുള്ള പേടി ഉണ്ട്.
ആ സെയിം സാധനം തന്നെ ഈ പാട്ടിനകത്തും ഉണ്ട്. പക്ഷെ ഇപ്പം ഞാനിത് ഇറക്കാൻ തീരുമാനിക്കുന്നതിൻ്റെ കാരണം ആരും ഒരാളെ കേട്ടോളെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ആ പോയിന്റിലെത്തി. ഇറ്റ്സ് നോട്ട് അബൌട്ട് നമ്പേഴ്സ് എന്നുള്ളത്. ഇപ്പം എനിക്ക് ചില ഇഷ്ടമുള്ള ചില പാട്ടുകളുണ്ട്. നമ്മുടെ ഇവിടുത്തെ മലയാളം ഇൻഡിപെൻഡൻറ്റ് സീനിലുള്ള ആൾക്കാരെ പറ്റി ഞാൻ പറയുന്നത്. അത് നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ബില്യൺസോ ട്രില്യൺസോ ഒന്നും ഹിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ ആ പാട്ട് കേൾക്കുമ്പോൾ ഉള്ള ഒരു യു ജെന്യുവൻലി കണക്ട്. ഒരാൾ കണക്ട് ചെയ്താലും മതി, ഇറ്റ്സ് ഓക്കെ. ഇറ്റ്സ് നെവർ അബൌട്ട് ദി നമ്പേഴ്സ് എന്നുള്ളത് ആ റിയലൈസേഷൻ എനിക്ക് വന്നതുകൊണ്ട് അതിനൊക്കെ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അനീജ്. അപ്പം എൻ്റെ ഈ ജേർണിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട 2 പേരാണ്. ഒന്ന് എൻ്റെ വോക്കൽ ട്രെയിനർ ലിജോ ആണ് എന്നെ പുഷ് ചെയ്ത് ബാൻഡ് സ്റ്റാർട്ട് ചെയ്യിപ്പിച്ചത്. ലിജോ ആണ് എന്നെ പുഷ് ചെയ്ത് ഒറിജിനൽസ് ഇത് റിലീസ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. ബിക്കോസ് മറ്റേ ഈ OCD ചെറിയ പെർഫെക്ഷനിസ്റ്റ് പ്രശ്നങ്ങൾ കൊണ്ട് എങ്ങനെ ഇനിയും ബെറ്റർ ആക്കാം എന്നുള്ള സ്ഥാനത്തിൽ ഇവിടെ പൂർത്തി വെച്ചിരിക്കുന്നതാണ് അതൊക്കെ കുറച്ച് സംഭവങ്ങൾ. പക്ഷെ വൈകാതെ അത് പുറത്തു വരുമെന്നാണ് ഞാനും വിശ്വസിക്കുന്നത്. പക്ഷേ കമ്പോസ് ചെയ്യാനായിട്ട് നിർബന്ധിച്ച് തുടങ്ങിയത് ലിജോ ആണ്. ലിജോ, ബേണി ഇഗ്നേഷ്യസിലെ ബേണി സാറാണ് എന്നെ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കുന്നത്. അപ്പോൾ ബേണി സാറുമൊക്കെ നിർബന്ധിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ തോട്ട് വൈ നോട്ട്. ആദ്യം വന്നിരുന്നത് മൊത്തം ചെളിവെള്ളമായിരുന്നു എന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത ഡീസൻറ്റ് വെള്ളം വരുന്നുണ്ട്. പക്ഷെ വിൽ സി. അവിടെയാണ് എൻ്റെ ഇൻഡിപെൻഡൻറ്റ് ജേർണി നിൽക്കുന്നത്. പക്ഷെ എനിക്ക് ജെനുവിൻലി എനിക്ക് കവേഴ്സ് ചെയ്യാൻ ഇപ്പോഴും ഇഷ്ടമാണ്. ഐ ലൈക്ക് ടു എന്താ പറയുക, എനിക്കിഷ്ടമുള്ള പാട്ടുകളാണ് ഞാൻ അടുത്ത് ഈ കവേഴ്സ് ചെയ്തത്. ചിലരെ ഇങ്ങനെ നശിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ദാറ്റ്സ് ഓക്കെ. അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണല്ലോ. അത് നമ്മൾ പറയാനും ആളല്ല. അപ്പം എനിക്ക് ജെനുവിൻലി കവേഴ്സ് ചെയ്യാനും ഇഷ്ടമാണ്, ഇൻഡിപെൻഡൻറ്റ് സോങ്സ് ചെയ്യാനായിട്ടും ഇഷ്ടമാണ്. നമ്മളെ ലൈവിൽ വിളിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോൾ ഇന്ന സംഭവം നമുക്ക് വേണം എന്ന് പറയുന്നത് നമ്മളാരും ഇത് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടല്ലല്ലോ. നമ്മൾ ആ ഷോ നന്നാവാൻ വേണ്ടിയിട്ടാണ് വി ആസ്ക് ഫോർ ടെക് അല്ലേ. ഇപ്പം നമുക്ക് ചില സംഭവങ്ങൾ ഉണ്ടെങ്കിലായിരിക്കും ആ ഷോ എത്ര നമ്മൾ ആ ഒരു പരിപാടി നമ്മൾ മോശമാവട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആരെങ്കിലും ഇതിനിറങ്ങിത്തിരിക്കും? ഇല്ല. അപ്പോൾ നമ്മളത് എങ്ങനെ ബെറ്റർ ആക്കാം എന്നുള്ളതാണ് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവർക്കൊരു ഇപ്പോൾ അഞ്ജു ജോസഫ് ലൈവ് കാണാൻ വരുന്ന ഒരാൾക്ക് എനിക്കൊരു ഫുൾ എക്സ്പീരിയൻസ് ആണ് കൊടുക്കേണ്ടത്. ഐ വോണ്ട് ടു ഗിവ് ദം ശരിക്കും ഡ്യുവാലിപ്പൊക്കെ പെർഫോം ചെയ്യുന്ന പോലത്തെ ഒരു പ്രൊഡക്ഷൻ വെച്ച് എനിക്ക് കൊടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ ജീവിതകാലത്തിൽ നടക്കത്തില്ല നമ്മളത് എനിക്കറിയാം. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. കാരണം അതിനുള്ളൊരു നമ്മളിവിടെ ഞാൻ തുറന്നു നമ്മൾ സ്റ്റേജിൽ നിൽക്കുമ്പോൾ 1.5-2 മണിക്കൂർ ആൾക്കാർ ചാടുകയും മറിയുകയും സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുക. നല്ല ചൂടല്ലേ നമ്മുടെ ഇവിടുത്തെ സ്ഥലത്ത്. ഒരു കൂളർ വെക്കാൻ പറഞ്ഞാൽ ആളുകൾ വെക്കില്ല. കൂളറിന് എത്ര രൂപയുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ആ ഒരു ഇതെന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇപ്പോൾ ചില സമയത്ത് ഞാൻ ഓർക്കാറുണ്ട്, ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണെങ്കിൽ ദൈവമേ, ഇപ്പം നമ്മളും വളർന്നു വരുന്ന ബാൻഡ് തന്നെയാണ്. പക്ഷെ വളരെ തുടക്ക സ്റ്റേജിൽ നിൽക്കുന്ന ബാൻഡുകളില്ലേ, ഇവർക്കൊക്കെ എങ്ങനെയായിരിക്കും ഇവരോടൊക്കെ ഉള്ളൊരു അത് അവർക്കും അറിയത്തില്ലാഞ്ഞിട്ടാണ്. ഞാനാരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. അങ്ങനത്തെ ക്ലയൻറ്റുകളുടെ അടുത്ത് ലൈവ് ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു റേറ്റ് പറയുന്നത് നമുക്ക് ആൾക്കാർക്ക് പേ ചെയ്യാനുണ്ട്. വെൻ വി കം ആസ് എ ബാൻഡ് ദർ ആർ 13-14 മെമ്പേഴ്സ്. അവർക്ക് എല്ലാവർക്കും നമ്മളൊരു അവർക്ക് ജീവിക്കാനുള്ള വക എല്ലാവരുടെയും ജീവിതമാർഗമാണ്. അപ്പോൾ ഒരുപാട് കടുപിടുത്തം പിടിക്കാതിരുന്നാൽ എല്ലാവർക്കും ഇച്ചിരി എളുപ്പമായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ മ്യൂസിക് ലേബിൾസിൻ്റെ ഒക്കെ അടുത്ത്
ഇപ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട് അനുജെ സീൻ ഇവിടുത്തെ. ഒരുപാട് മ്യൂസിഷ്യൻസിൻ്റെ അടുത്തുനിന്ന് പല മ്യൂസിക് ലേബിൾസും മുന്നോട്ട് വന്ന് പാട്ടുകൾ മേടിക്കുന്നുണ്ട്. പക്ഷെ അതിനകത്തൊരു ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഈ IPR സാറിൻ്റെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ളത് അതൊരു ചോദ്യചിഹ്നമാണ്. ആ പാട്ടിൻ്റെ റൈറ്റ്സ് ആരുടെ കയ്യിലിരിക്കുന്നു എന്നുള്ളത്, പെർഫോമിംഗ് റൈറ്റ്സ് മാത്രമാണോ അതോ ബാക്കി റൈറ്റ്സ് എവിടെ ഇരിക്കുന്നു എന്നുള്ളത്, ഇതിനെപ്പറ്റി ഒന്നും യാതൊരു ധാരണയും ചിലപ്പോൾ തുടക്കക്കാരായുള്ള ആൾക്കാർക്ക് അറിയില്ല. ഇപ്പം ഞാൻ തന്നെ ഈ IPRs എന്നൊക്കെയുള്ള വാക്ക് കേൾക്കാൻ തുടങ്ങിയിട്ട് 2 കൊല്ലമായിട്ടുണ്ടാവുള്ളൂ കഷ്ടി. അപ്പോൾ അത് ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ കേൾക്കട്ടെ എന്ന് ഓർത്തിട്ടാട്ടോ ഞാൻ ഇതിവിടെ പറയുന്നതും. അപ്പോൾ മ്യൂസിക് ലേബിൾസിനോട് എനിക്ക് പറയാനുള്ളത്, ഏതായാലും ഒരു പർച്ചേസ് ചെയ്യുന്നുണ്ട്, വൈ നോട്ട് പേ ദം സം ഗുഡ് മണി സോ ദാറ്റ് ഈ പറയുന്ന എനിക്കറിയാവുന്ന ഒരു മ്യൂസിഷ്യൻ പോലും ഇല്ല ഈ പൈസയും വെച്ചിട്ട് വീട് പണിയോ ആരുമില്ല. ഈ മ്യൂസിഷ്യൻസിൻ്റെ ഒക്കെ ഉള്ളൊരു, ഇൻക്ലൂഡിങ് മീ, ഉള്ളൊരു പ്രശ്നമാണോ നല്ലതാണോ എന്ന് എനിക്കറിയത്തില്ല. വി ട്രൈ ടു പുട്ട് ഇറ്റ് ബാക്ക് ടു മ്യൂസിക്. ഇപ്പം ഞാൻ കവേഴ്സിലാണ് ഇട്ടുകൊണ്ടിരുന്നതെങ്കിൽ ജോബേട്ടൻ, സൂര്യേട്ടൻ, ഇങ്ങനത്തെ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ കുറേ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാർ അവരവരുടെ ഒറിജിനൽസിൽ ഇറക്കിക്കൊണ്ടിരിക്കുക. പക്ഷെ വാട്ട് ആർ യു ഗെറ്റിംഗ് ബാക്ക് ഫ്രം ദിസ് എന്നുള്ളത്, ഞാൻ പൈസയുടെ കാര്യത്തിലാട്ടോ ഞാൻ പറയുന്നത്, നോട്ട് അബൌട്ട് ദി റീച്ച് ഓർ അങ്ങനത്തെ ഒരു സംഭവമല്ല. ഐ വിൽ നോട്ട് ചേഞ്ച് എനിത്തിങ്, നത്തിങ്. ഒരു വ്യത്യാസവും വരുത്തത്തില്ല. കാരണം ഞാനിങ്ങനെ ഇവോൾവ് ആയതിൻ്റെ കാരണം, ഇപ്പം ഞാനും ആദ്യത്തെ ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന ഒരു കാര്യം, നമ്മൾ 10-18 കൊല്ലമായിട്ടുള്ള ഫ്രണ്ട്സാണ്. നമ്മൾ ആ സമയത്ത് ഒരിക്കൽ പോലും കല്യാണത്തെ പറ്റിയോ ഞങ്ങൾ തമ്മിൽ പ്രേമിക്കുന്നതിനെ പറ്റിയോ ഞങ്ങൾ ആലോചിച്ചിട്ടില്ല. ഇപ്പം ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾക്ക് 2 പേർക്കും 35 വയസ്സാണ്. അപ്പോൾ നമ്മൾ 2 പേരും ഞങ്ങൾ കണ്ടുമുട്ടിയത് 15 വയസ്സിലോ 16 വയസ്സിലാണ് ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള ഇത്രയും വർഷത്തിനകത്ത് ഞങ്ങൾ പ്രേമിച്ചിരുന്നെങ്കിലും ഇപ്പോഴത്തെ മനുഷ്യരല്ല ഞങ്ങളപ്പോൾ. വി ഹാവ് ഇവോൾഡ് ആസ് ഹ്യൂമൻ ബീങ്സ്, ഗ്രോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വർക്കാവുന്നത്. പണ്ടത്തെ ഞാനായിരുന്നെങ്കിലും പണ്ടത്തെ ആദിത്യ പരമേശ്വരനാണെങ്കിലും ഞങ്ങൾ തമ്മിൽ വർക്കാവില്ല. സോ ഐ എം ഹാപ്പി ദാറ്റ് ഈ ഒരു ജേർണി കൊണ്ടാണ് നമുക്ക് എന്താ പറയുക, ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ ബെറ്റർ ആയത്. ആസ് ഹ്യൂമൻ ബീങ്സ് നമ്മൾ കുറേ കൂടി കൈൻഡ് ആവണം എന്നുള്ളത് നമുക്ക് മനസ്സിലായത്. എന്താ പറയുക, ഇത്രയുമൊക്കെ നമ്മൾ ആൾക്കാരോട് ഹേറ്ററിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? ഒറ്റ ജീവിതമല്ലേ ഉള്ളൂ. സന്തോഷിക്കുക, സമാധാനിക്കുക, ചില്ല് ചെയ്യുക, പോവുക, നമ്മുടെ കാര്യം നോക്കി പോവുക എന്നുള്ള സംഭവത്തിൽ എത്തിയത് ഈ ഒരു ജേർണി കൊണ്ടാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും ഒരു സാധനവും മാറ്റത്തില്ല. പക്ഷേ ഇപ്പം ആ ചെറിയ കുട്ടിയോട്, സ്റ്റാർ സിംഗർ കാലഘട്ടത്തിലെ കുട്ടിയോട് എന്തെങ്കിലും പറയണമെന്നാണെങ്കിൽ ഐ വിൽ ജസ്റ്റ് ടെൽ ഹർ, പ്ലീസ് ബിലീവ് ഇൻ യുവർ സെൽഫ് ആൻഡ് പ്ലീസ് സ്റ്റാർട്ട് ലവിങ് യുവർ സെൽഫ്. ഭയങ്കര ലേറ്റ് ആയിട്ടൊരു 30s എത്തിയിട്ട് ഐ ലവ് മൈ സെൽഫ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരു 16-17 വയസ്സിൽ തുടങ്ങിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ദാറ്റ്സ് ദ ഓൺലി ചേഞ്ച് ദാറ്റ് ഐ വിൽ മേക്ക്, അതർവൈസ് നത്തിങ്.